അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൻ്റെ ആദ്യത്തെ രാത്രിയിലേക്ക് വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഈ പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഈ രാത്രിയിലും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ മുഖം കാണുവാൻ ഞങ്ങൾ ഇന്ന് രാത്രി കൊതിയോടെ ആയിരിക്കുന്നപ്പാ. ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ചാട്ടെ, ഇന്ന് ജനത്തോടെ ഇടപെട്ടാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ദയവായി എല്ലാവരും ഇരുന്നാൽ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ രാത്രിയിൽ കഴിഞ്ഞ പകൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ തന്നു. ഈ രാത്രി യോഗത്തിൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. യോഗം ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, ഇവിടുത്തെ ചർച്ച് പാസ്റ്റർ, എല്ലാവർക്കും എൻ്റെ പ്രത്യേക വന്ദനം. ആമേൻ. നമ്മൾ ഈ മീറ്റിംഗ് അസെൻഡ് എന്ന പേരിൽ നമ്മളിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് നമ്മുടെ മധ്യത്തിൽ ചെയ്താലും അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സോടുകൂടെ ഈ ദിവസങ്ങളായിരിക്കുക. കർത്താവ് ഈ രാജ്യത്തെ സന്ദർശിക്കുന്ന സമയങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നു രാവിലെ നമ്മൾ കേട്ടതുപോലെ വീണ്ടും പിതാക്കന്മാരുടെ സമയത്തുണ്ടായിരുന്ന കിണറുകളെ വീണ്ടും ദൈവം കുഴിക്കും. വീണ്ടും ഉണർവുകളുടെ കിണറുകളെ വീണ്ടും ദൈവം കുഴിക്കും. ആ കിണറുകളിൽ നിന്നും കുടിക്കുവാൻ ഒരു പുതിയ തലമുറയെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിക്കും. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയത് ഈ പോർട്ടൽസ് എന്ന വിഷയത്തിനകത്താണ്. ആമേൻ. ദൈവത്തിൻ്റെ വാതിലുകൾ എന്ന വിഷയത്താണ് നമ്മൾ രാവിലെ നിന്നത്. അതിനകത്ത് ചില മിനിറ്റുകൾ കൂടെ ഞാൻ നിന്നിട്ട് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നാളെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നാളെ പകലോ രാത്രിയിലോ എപ്പോഴാണ് ഒരു ഗൈഡൻസ് കിട്ടുന്നത്, അതനുസരിച്ച് ഒരു പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവാത്മാവ് അയക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഈ ദിവസങ്ങളിൽ ഒരു ആത്മപകർച്ചയുടെ സീസണാണ്. ഒരു ഗ്ലോബൽ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? ലോകവ്യാപകമായൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് സഭകളെ അതിനകത്തെല്ലാം കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്കും അതിനകത്ത് ഭാഗമാകുവാൻ ദൈവം അവസരങ്ങൾ തരുന്നു. ആമേൻ. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ഈ മീറ്റിങ്ങിലും നിങ്ങൾക്കും പങ്കെടുക്കുവാൻ ദൈവം അവസരങ്ങൾ തരുന്നത്. ഈ ദൈവ സാന്നിധ്യം രണ്ട് നിലകളിലാണ് ചലിക്കുന്നത്. രണ്ട് നിലകളിലാണ്. ഒന്നാമത് ഞാൻ പറയാറുണ്ട്, ദൈവ സാന്നിധ്യം ചലിക്കുന്നതിൻ്റെ ഒരു പൊതുഭാഷ പറയാറുണ്ട്. അതിന് തിയോളജിക്കൽ ടേം ഒംനി പ്രസൻസ് എന്നാണ് പറഞ്ഞ. സർവവ്യാപി. ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം കാണും. കാണാത്ത ഒരു സ്ഥലമില്ല. കാണാത്ത ഒരു സ്ഥലമില്ല. സർവവ്യാപി എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് എനിക്ക് എവിടെ പോയി ഒളിക്കാൻ പറ്റും? ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും നിന്റെ കണ്ണെന്നെ കാണും. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാലും സ്വത്രം എൻ്റെ കൂടെ ഇല്ല നിങ്ങൾ. എല്ലായിടത്തും ഉണ്ട്. ആ സർവവ്യാപി എല്ലായിടത്തും ഉണ്ട്. അവനെ ഒളിച്ചാർക്കും എങ്ങും പോകാൻ ഒക്കത്തില്ല. പലപ്പോഴും ആ ഒംനി പ്രസൻസ് എന്ന് പറയുന്ന റലത്തെ നമ്മൾ ചിലപ്പോൾ അത് എന്താ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരത്തില്ല, നമ്മൾ അതിനോട് പ്രതികരിച്ചെന്ന് വരത്തില്ല. സാരമില്ല. ഒംനി പ്രസൻസ്. ഇന്ന് രാവിലെ നിങ്ങൾ വണ്ടി ഓടിച്ചപ്പോഴാ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വണ്ടി സേഫായിട്ട് ഇവിടെ വന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ടല്ല, ആ കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചത് കൊണ്ടാണ്. റെയ്നാഡ് ബോങ്കയുടെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം ഈ ഒരിക്കലൊരു പബ്ബിൽ പോയി മീറ്റിംഗ് നടത്തി. പബ്ബിനകത്ത് ആളുകൾ രക്ഷിക്കപ്പെട്ടു. സഭായോഗത്തിനകത്ത് മാത്രമല്ല, പബ്ബിനകത്ത്. ഞങ്ങൾക്ക് ഈ ഡൽഹിയിലെ റെഡ് സ്ട്രീറ്റിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു സഹോദരനെ അറിയാം. അവിടെ റെഡ് സ്ട്രീറ്റിനകത്ത് അദ്ദേഹം മിനിസ്റ്റർ ചെയ്യുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? വലിയ ആത്മപകർച്ച നടക്കുക. എവിടാ? നിങ്ങൾ
ആരും മിണ്ടിയില്ല. സഭായോഗത്തിനകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത ആളുകളോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇതാണ് സർവ്വവ്യാപി. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഈ 430 വർഷക്കാലം അടിമത്തത്തിൽ കിടന്നപ്പോഴും മോശ ശിശു അതിസുന്ദരൻ എന്നാ വായിക്കുന്നത്. ജനിച്ചപ്പോൾ പ്രോട്ടീൻ പൗഡർ കുടിച്ചതോ അല്ലെങ്കിൽ മിൽക്ക് കുടിച്ചതൊന്നും അല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും വ്യാപരിക്കുന്ന നിയോഗത്തിന്റെ സൗന്ദര്യമാണ് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവന്റെ മുഖത്ത് പ്രതിഫലിച്ചത്. നമുക്ക് വേണമെങ്കിൽ യാദൃച്ഛികമെന്നും ആക്സിഡന്റൽ എന്നൊക്കെ പലതും പറയാം. മോശയെ നൈൽ നദിയിൽ ഒഴുക്കി വിടുന്നു. ഒരു കാറ്റടിക്കുന്നു. ആ കാറ്റ് അടിക്കുന്ന സമയത്ത് പെട്ടകം തീരത്തോടടുക്കുന്നു. എന്നും കൊട്ടാരത്തിനകത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഫറവോന്റെ മകൾക്ക് അന്ന് പുറത്തുപോയി കുളിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. ഇതൊക്കെ ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പറയാൻ ഇഷ്ടം സർവ്വവ്യാപി. നീ പോലും അറിയാതെ നിന്റെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. എൻ്റെ കൂടെ ഉണ്ടോ? നീ പോലും അറിയാതെ കാറ്റായും മഴയായും എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ നമ്മുടെ മിടുക്കുകൾ പറയും. നമ്മുടെ മിടുക്കല്ല. ഞാൻ ആ കാറ്റിൽ ആ സർവ്വവ്യാപിയെ കാണുന്നു. ആ പെട്ടകത്തിന്റെ അടുക്കിലേക്ക് അടിക്കുന്ന കാറ്റിലും വീട്ടിൽ നമ്മളെ ഇറക്കുന്നതിനകത്തൊക്കെ ഞാൻ ദൈവ സാന്നിധ്യം കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒന്നും നമ്മൾ ചിലപ്പോൾ ഇതിനോട് പ്രതികരിച്ചെന്ന് വരത്തില്ല, സാരമില്ല. പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ ഫലമുണ്ട്. ഈ സർവ്വവ്യാപിയുടെ ഓംനി പ്രസൻസിന്റെ സെക്കൻഡ് ഫലമായിരിക്കുന്ന മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. കേട്ടില്ല? പറഞ്ഞ് എൻ്റെ കൂടെ ചേർന്ന് പറ. അത് ചിലപ്പോൾ നിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രകടമായിട്ട് ഇറങ്ങും. ചിലപ്പോൾ അത് കത്തുന്ന മുൾപടർപ്പായി, ചിലപ്പോൾ ഒരു ദൈവശബ്ദമായി, ചിലപ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉച്ചസൂര്യനെ അവൻ വെല്ലുന്ന ഒരു പ്രകാശമായി, സ്തേഫാനോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പുത്രനായി, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്തൃ ദിവസത്തിൽ അവൻ പത്മോസിനെ തൊടുന്ന ദൈവത്തിന്റെ നിറവായി. ഞാൻ എന്തിനത് പറയുന്ന അറിയാമോ? നീ പോലും അറിയാതെ ഇന്നലകളിൽ നിന്നെ സംരക്ഷിച്ച സാന്നിധ്യങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തോ ചില പർപ്പസുകൾക്ക് വേണ്ടി നിന്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ആമേൻ. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കണം. അന്യഭാഷ പറയാൻ പറ്റുന്നവർ അന്യഭാഷ പറയണം. ഒരു പ്രസംഗം കേൾക്കാനാ വന്നതെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഒരുപക്ഷെ നിരാശപ്പെടേണ്ട വരും. കാര്യം ഞാൻ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത് പ്രസംഗം കേൾക്കുവാനോ പ്രസംഗിക്കുവാനോ അല്ല, മറിച്ച് ഇന്നലകളിൽ നീ പോലും അറിയാതെ നിന്നെ ഇവിടെ സംരക്ഷിച്ച ദൈവിക ഉദ്ദേശങ്ങളിലേക്ക്, എന്തിനാണോ നിന്നെ ഈ രാജ്യത്തിൽ ദൈവം കൊണ്ടുവന്നത്, എന്തിനാണോ നിന്നെ ഈ രാജ്യത്തിൽ ദൈവം ഈ തലമുറയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പർപ്പസുകളിലേക്ക് നിന്നെ ഒന്ന് തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആരുടെയൊക്കെയോ മുമ്പിൽ ഹൈഡായി കിടക്കുന്ന ഡെസ്റ്റിനികൾ ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. നിന്റെ ലൈഫിലെ ഡെസ്റ്റിനി സ്റ്റീലേഴ്സിനെ ദൈവാത്മാവ് മാറ്റിയിട്ട് നിന്റെ ലൈഫിലെ ഡെസ്റ്റിനികളെ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും പ്രാപിച്ചവർ മാത്രം അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ സംസാരിച്ച് ആ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്യും.
ആ സാന്നിധ്യം പറഞ്ഞ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്യും. ഇത് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നീ എപ്പോഴും ഒഴിവാക്കുന്ന പോലെ ഒഴിവാക്കരുത്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ മോശ ചെയ്തതുപോലെ നീ ഇതെന്തെന്നറിയാൻ അടുത്ത് ചെല്ലണം, അടുത്ത് ചെല്ലണം. കാര്യം ആ സാന്നിധ്യമാണ് നിന്റെ ലൈഫിലെ സീസണുകളെ തുറക്കുന്നത്. ആ സാന്നിധ്യമാണ് നിന്റെ ലൈഫിനെ വേറൊരു നിലയിലേക്ക് തിരിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് ലഭിക്കുന്ന ബോധ്യം, ആർക്കൊക്കെയോ വേണ്ടി അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ഒമ്നി പ്രസൻസിനോട് നീ സഹകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മാനിഫെസ്റ്റഡ് പ്രസൻസിനോട് നീ സഹകരിക്കണം. അത് നിനക്ക് വേണ്ടി മാത്രം വെളിപ്പെടുന്നതാണ്, അത് നിന്നെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഓ ജീസസ്. ആർക്കാ ഇന്ന് രാത്രി ദൂത് മനസ്സിലായേ? ഒന്ന് പ്രാർത്ഥിക്കാമോ? പക്ഷേ 430 വർഷം അല്ലെങ്കിൽ 80 വർഷം മോശയ്ക്ക് ആ സാന്നിധ്യം മനസ്സിലായില്ല. പക്ഷേ ഒന്നൊരു മുൾപ്പടർപ്പ് കത്തിയപ്പോൾ അവൻ അടുത്ത് ചെന്നു. അവന് മനസ്സിലായത് അവന് വേണ്ടി കത്തുന്നതാണ്, അത് അവന്റെ ലൈഫിനെ തിരിക്കാൻ വേണ്ടി കത്തുന്നതാണ്. ഓഹോ, പ്രാർത്ഥിച്ചേ. സാന്നിധ്യത്തെ സെൻസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എത്ര പേരുണ്ട്? ശാന്തമായിട്ടിരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കണം. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്തെ സ്തേഫാനോസ് കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നല്ലേ. പക്ഷെ എന്റെ വസ്ത്രം കാത്തുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് നിന്ന ശൗലിന് അത് കണ്ടില്ല. ശൗൽ ഇത് കണ്ടോ? ശൗൽ ഇത് കണ്ടെങ്കിൽ കല്ലെറിയുമായിരുന്നോ? ഇല്ല. ഒരു 10 മീറ്റർ ദൂരെ നിൽക്കുന്ന ശൗൽ അത് കണ്ടില്ല. പക്ഷെ 10 മീറ്ററിന്റെ അകത്ത് നിൽക്കുന്ന സ്തേഫാനോസ് അത് കണ്ടു. കാര്യം അത് സ്തേഫാനോസിന് വേണ്ടി വെളിപ്പെടുന്ന മാനിഫെസ്റ്റഡ് പ്രസൻസ് ആണ്. ശൗലെ കുറച്ച് കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് വേണ്ടി അത് വെളിപ്പെടും. അന്ന് വേറെ ആരും കാണത്തില്ല. കുതിരപ്പുറത്ത് ഒത്തിരി പേർ സഞ്ചരിക്കുമ്പോൾ നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദമാസ്കസിൽ അത് ഇറങ്ങും. അന്ന് നിന്റെ ചുറ്റും നിൽക്കുന്ന ആരും കാണത്തില്ല, അന്ന് നീ മാത്രം കാണും. ഓ, എന്തിനാ ഞാൻ ദൂത് പറയുന്നറിയാമോ? ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന 100 125 പേരിൽ എല്ലാവർക്കും വേണ്ടി ആയിരിക്കത്തില്ല അത് ചലിക്കുന്നത്. ചിലപ്പോൾ നിനക്ക് വേണ്ടി മാത്രമായിരിക്കും അത് ചലിക്കുന്നത്. നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുമ്പോൾ നീ അതിന്റെ അടുക്കലേക്ക് ചെല്ലണം. കർത്താവിന്റെ ദാസൻ റൂഫസ് ലീഡ് ചെയ്യുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, സാന്നിധ്യത്തെ വലിച്ചെടുക്കുന്ന ചിലർ. എന്നാൽ അതിന്റെ മറ്റൊരു ഫേസ് ആണ് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്. സാന്നിധ്യത്തെ ചിലർ വലിച്ചെടുക്കുമ്പോൾ ചിലരെ സാന്നിധ്യം വലിച്ചെടുക്കും. സാന്നിധ്യം ചിലർ ഈ വാക്വം ക്ലീനർ കൊണ്ട് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന പോലെ ജീവിതത്തിന്റെ ചില പ്രത്യേക ദിവസങ്ങൾ നീ കയറുമ്പോൾ, ചില പോർട്ടലുകൾക്കകത്തേക്ക് നീ കയറുമ്പോൾ, ചില തുറന്ന സ്വർഗത്തിനകത്തേക്ക് നീ കയറുമ്പോൾ സാന്നിധ്യം നിന്നെ സക്ക് ചെയ്തെടുക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചിലതിനെ വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ചില മിനിറ്റുകൾ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു. ആ പോർട്ടൽ ഇവിടെ തുറക്കട്ടെ, ആ സ്വർഗം ഇവിടെ തുറന്നിരിക്കട്ടെ, ആ സാന്നിധ്യത്തിന്റെ പകർച്ചകൾ ഇതിനകത്ത് നടക്കട്ടെ. ഓ, ഒരു വലിയ ദാഹത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വലിയ ദാഹത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഈ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വേദപുസ്തകത്തിലെ വീരന്മാരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഈ തലമുറ എല്ലാവരും എവിടെയോ വെച്ച് ദൈവമായിട്ട് മുഖാമുഖം സംഭവിച്ച ആളുകളാണ്. പറഞ്ഞ് എൻകൗണ്ടർ സംഭവിച്ച ആളുകൾ, മുഖാമുഖം സംഭവിച്ച ആളുകൾ.
അവിടെയാണത് തിരിയുന്നത്. ആമേൻ. ഞാൻ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ വായിച്ചു. ഞാൻ റിവൈവലിനെ കൊതിക്കുന്ന ആളായതുകൊണ്ട് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ ഏറ്റവും നമ്മുടെ ജീവിച്ചിരുന്ന പ്രസംഗികന്മാരുടെ വീരൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് ചാൾസ് സ്പർജൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരു പ്രസംഗം പിന്നീട് പ്രസംഗിക്കത്തില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. അങ്ങനെയൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നി ഇരിപ്പ് കണ്ടപ്പോൾ. ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം അദ്ദേഹം ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൽ പ്രസംഗികനാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങി. അദ്ദേഹം ഷിവർ ചെയ്യാൻ തുടങ്ങി. ഷിവറിങ് സഹിക്കാൻ വയ്യാതെ ആ ചർച്ചിന്റെ മുറ്റത്തുള്ള പീച്ചു മരത്തിൽ അദ്ദേഹം പോയി കെട്ടിപ്പിടിച്ചു. പീച്ചു മരത്തിന്റെ ഇലകളും കായ്കളും എല്ലാം പൊഴിഞ്ഞ് ആളുകൾ നോക്കുമ്പോൾ മുഖ്യ പ്രാസംഗികൻ ആമേൻ മുറ്റത്ത് കിടന്ന് വിറയ്ക്കുക. ഓ, നിങ്ങളാരും മിണ്ടുന്നില്ല. പാസ്റ്ററെ, ആ വിറയിൽ 4-5 മണിക്കൂർ നീണ്ടു നിന്നു. എനിക്കിതെല്ലാം പറയാനും പ്രസംഗിക്കാനും ഇഷ്ടമുള്ള ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ ബൈബിൾ സ്റ്റഡി റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, 3000-ലധികം പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെട്ടെന്നാ പറഞ്ഞു. നീ എൻകൗണ്ടർ നിനക്ക് സംഭവിക്കുമ്പോൾ നീ പോലും അറിയാത്ത എന്തൊക്കെയോ പുതിയ റെലംസ്, ഇതിനൊക്കെ കൊതിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന മീറ്റിംഗ് ആണ് അസെന്റ്. ഇത് മിച്ചപ്പണം ചെലവഴിക്കാൻ നടക്കുന്ന മീറ്റിംഗ് അല്ല. ഒത്തിരി പൈസ പാസ്റ്റർ ലിനോയുടെ കയ്യിലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് ചെലവഴിക്കാൻ വെക്കുന്ന കോൺഫറൻസ് അല്ല. ഇതേതൊക്കെയോ ദാഹമുള്ള ചില തലമുറകളുടെ ലൈഫിനെ തിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന മീറ്റിംഗ് ആണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ചാൾസ് ഫിന്നി. ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ചാൾസ് ഫിന്നിയുടെ അനുഭവം ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ മേലും ഒരു കൈ ഇറങ്ങി എന്നാ വായിക്കുന്ന. കൈ ഇറങ്ങി. ആ കൈ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു, ഈ കൈ എനിക്കൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. പേടിച്ചിട്ട് പറഞ്ഞു, ഈ കൈ മാറ്റാമോ എന്ന് ചോദിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ കൈ മാറി. പക്ഷെ സംഭവിച്ച കാര്യം, അദ്ദേഹം എവിടെങ്കിലും ചെന്നാൽ ഇന്നത്തെ പോലെ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് റൂഫോസിനെ കൂടെ വിളിച്ചു, എവിടെയായി പാസ്റ്റർ എന്ന് വിളിച്ചു. പക്ഷെ അതങ്ങനെയല്ല. ചാൾസ് ഫിന്നി ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ കിലോമീറ്ററുകൾക്ക് മുമ്പേ ആളുകൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കരയും. ഹല്ലേലൂയ. കരച്ചിൽ കൂടുമ്പോൾ സംഘാടകർ പറയും, ഫിന്നിയുടെ കാർ സിറ്റിയിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൂട്ടം നിലവിളി തുടങ്ങുമ്പോൾ സംഘാടകർ പറയും, ആമേൻ, സ്റ്റേഡിയത്തിലേക്ക് ഫിന്നി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത് എന്തിനെ കുറിച്ചെന്നറിയാമോ? നിന്റെ ലൈഫിനെ വേറൊരു അളവിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ്. എന്താ അസെന്റ് എന്ന് പറയുന്നത്? നീ ഇതുവരെ നിന്നിട്ടില്ലാത്ത വേറെ ഏതോ സ്ഥലത്തേക്ക് നിന്നെ ആരോഹണം ചെയ്തുകൊണ്ട് പോയി. ഓ, എത്ര പേര് ഇത് കൊതിക്കുന്നുണ്ട്? ഒരു ദിവസം യെശയ്യാവിനെ ദൈവം ഇങ്ങനെ കൊണ്ടുപോയി. ആ പോക്കിൽ അവൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം കണ്ടു. മറ്റൊരിക്കൽ പൗലോസിനെ കൊണ്ടുപോയി. മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ വയ്യാത്ത ഭാഷ കേട്ടു. 14 ലേഖനങ്ങളുടെ വെളിപ്പാട് അവന്റെ കയ്യിൽ കൊടുത്തു. സഹോദരന്മാരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് മൂർച്ച വരണോ? സഹോദരിമാരെ, നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകണോ? നിനക്കൊരു മാറ്റം ആവശ്യമാണ്. ഞാൻ ഉച്ചയ്ക്ക് മുതൽ ഞാനിങ്ങനെ കിടക്കുമ്പോഴെല്ലാം ഞാനൊരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുക. അതൊരു പ്രൊഫറ്റിക്കൽ സോങ്ങാണ്. ഇവിടെയുള്ള ചിലർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഫറ്റിക്കൽ സോങ്ങാണ്. നിങ്ങൾ പാടണ്ട. എൻ്റെ ഒരു അനുഭവം, ഞങ്ങളിങ്ങനെ ഒരു മുറിയിൽ, ഒരു സ്റ്റുഡിയോ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ യോഹന്നാൻ അപ്പോസ്തലന്റെ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലന്റെ
ആമേൻ. സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഈ കർത്തൃ ദിവസത്തിൽ യോഹന്നാന് വെളിപ്പാടുണ്ടാകുന്ന സമയത്ത് യോഹന്നാനെ സാന്നിധ്യം സഖി ചെയ്ത് കൊണ്ടുവന്നൊരു പോക്കുണ്ട്. തിരിയുന്ന സമയത്ത് അവൻ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുക. പത്മോസ് ദ്വീപിൽ നിന്നും വാലിച്ചുവിനെ ഒരൊറ്റ കൊണ്ടുപോക്ക. ആ പോക്കിൽ അവൻ കിരീടങ്ങൾ ഊരി താഴെയിടുന്ന മൂപ്പന്മാരെ കണ്ടത്. ആ പോക്കില 10,000 ദൂതന്മാരുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. എന്നോട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, ആരെയൊക്കെയോ സാന്നിധ്യം സഖി ചെയ്യാൻ പോകും. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. ഒരു പക്ഷെങ്കിൽ നിങ്ങളിട്ട മീറ്റിങ്ങിന്റെ പുറകിലെ ദർശനം ഇതായിരിക്കും. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ മീറ്റിങ്ങിന് ഇട്ടേക്കുന്ന പേര് പഠിക്കും. ആ മീറ്റിങ്ങിന്റെ പുറകിലെ ദർശനം ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഒരു പ്രസംഗിക്കാൻ എനിക്ക് ഈസിയാണ്. എനിക്കിവിടെ പെർഫോം ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അല്ലെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ രാജ്യത്തിൽ വരുന്നത്. പക്ഷെ ഈ മീറ്റിങ്ങിന്റെ പുറകിലെ സ്വപ്നം, നീ ഭൂമിയിൽ നിന്നുകൊണ്ട് ഹെവൻലി റലങ്ങളെ ആക്സസ് ചെയ്യുന്ന ഒരു തലമുറ. ഈ രാത്രിയിലും ദൈവസാന്നിധ്യം ചിലതിനെ സാക്ഷി ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ച് നിന്റെ കണ്ണുകൾക്ക് നിന്റെ സ്പിരിറ്റ് തലത്തിൽ ലിറ്ററലി പലയിടമിൽ സംഭവിക്കും. ഞാനത് ഉച്ചയ്ക്ക് കടന്ന് അല്പസമയം കട്ടിലേക്ക് കിടക്കുമ്പോഴെല്ലാം ഈ ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരിക. പ്രാർത്ഥിച്ചു 1-2 മിനിറ്റുകൾ. കാണാൻ നിൽക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കട്ടെ, നമുക്ക് അവർക്ക് വിഷയമല്ല. ഇതൊരു പ്രൊഫറ്റിക്കൽ സോങ് ആണ്. ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ സോങ് ആണ്. ഹൃദയം കൊണ്ട് അവൈലബിളായ ഹൃദയം കൊണ്ട് നീ നിന്നെ ഒന്ന് അവൈലബിൾ ആക്കി. Angelic realms are. Lord, I worship you. എനിക്കറിയാം പാസ്റ്ററെ, ചിലരെ ദൈവം പിടിക്കുന്നു. For your name is holy.
എനിക്കറിയാം ഇത് രാത്രിയിൽ ആരുടെയോ ലൈഫിനെ തിരിക്കുന്ന മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിനു വേണ്ടി ഈ മണിക്കൂറുകൾ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളിൽ പലരും ഇന്ന് രാത്രി ഇരിക്കുന്നത് ഒരു തുറന്ന സ്വർഗത്തിന്റെ കീഴെയാണ്. ചുമ്മാ പറയല്ല, ഞാൻ എപ്പോഴും ഈ ഹോളി സ്പിരിറ്റിനെ സെൻസ് ചെയ്യുന്ന ആളാണ്. ഈ അനുഭവങ്ങൾ ചർച്ചിൽ പലർക്കും ഉണ്ടാവും. വലിച്ചുകൊണ്ട് പോകും. നീ കാണുന്നതൊന്നും ആരും വിശ്വസിക്കത്തില്ല. നീ പറയുന്നത് പലരും ആളുകൾ മനസ്സിലാകത്തില്ല. അങ്ങനെ പിടിക്കുന്നവരുടെ പ്രത്യേകത, അവർ സീസണുകൾക്ക് മുമ്പേ നിൽക്കുന്ന ആളുകളായിരിക്കും. അവരാരെയും കോപ്പി അടിക്കുന്നവരല്ല. അവരെ കോപ്പി അടിക്കാൻ ലോകം വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ പറയുന്നത്, സീസണുകളെ തുറക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ തുറക്കുകയാ. വലിച്ചുകൊണ്ടങ്ങ് പോവുക. ഇത്തരം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ഈ പോർട്ടലുകൾ നമ്മളെ ആകർഷിക്കും. പോർട്ടലുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഭൂമിയിൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ വാതിലുകളാണ്. സ്വർഗത്തിന്റെ വാതിലുകളാണ്. ദൈവം എന്തെങ്കിലും ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ രീതികളിലാണ്. ഒരു വാക്യം വേണമെങ്കിൽ വായിച്ചേ, ഞാൻ അങ്ങോട്ട് കയറാം. ഞാൻ 78-ാം സങ്കീർത്തനത്തിന്റെ Psalm 78-നകത്തൊരു വാക്യമുണ്ട്. Verse 23-24, Psalm 78 verse 23. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്നാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ഒന്നുകൂടെ ആ വാക്യം വായിച്ച 23. അവൻ മീതെ പറ ആ വാക്യം അങ്ങനെ നിൽക്കട്ടെ. ദൈവത്തിന്റെ പ്രൊവിഷൻ സ്റ്റോറുകൾ ദൈവം തുറക്കുന്ന എവിടാന്നറിയോ? നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിലെ ഡോറുകളിലാണ് മുട്ടുന്നേ. 40 ലക്ഷത്തിന് ആഹാരം വേണം. 40 ലക്ഷത്തിന് ഒരു നേരമല്ല, 2 നേരമല്ല, 3 നേരം ആഹാരം കഴിക്കണം. 40 വർഷം കഴിക്കണം. പക്ഷെ ഏത് സ്റ്റോറിൽ ഓർഡർ ചെയ്യും പാസ്റ്ററെ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഏത് സ്റ്റോറിൽ ഓർഡർ ചെയ്താൽ 40 വർഷം മുടങ്ങാതെ സപ്ലൈ നടത്തും.
ഭൂമിയിലെ ഒരു ഗോഡൌണിലും ഇത് പറ്റത്തില്ല. സ്വർഗം എന്താ ചെയ്യുന്നത് അറിയാമോ? ഒരു പോർട്ടൽ അവിടെ തുറക്കും. ആർക്കെങ്കിലും ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഭൂമിയിലെ ആവശ്യത്തിന് വേണ്ടി സ്വർഗത്തിലെ വാതിലുകൾ തുറക്കും. അവിടെ നിന്നും നിന്റെ വീട്ടിലേക്ക് ആ മന്ന പെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഒരിക്കൽ അത് തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്ന് പകൽ നീ പല ആവശ്യങ്ങളുടെ മുമ്പിലും പലരുടെയും മുമ്പിൽ മുട്ടി 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 ക്ഷീണിച്ചു പോയ ആളാണെങ്കിൽ, ഇന്ന് രാത്രി എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ഒരു പോർട്ടലിനെ ദൈവം അങ്ങ് തുറന്നിടും. ഒൻസ് ആ പോർട്ടൽ തുറന്നാൽ നീ ഉറങ്ങിയാലും മന്ന വീഴും, നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും മന്ന വീഴും. കാര്യം നീ നിൽക്കുന്നത് ഒരു ഓപ്പൺ പോർട്ടലിന്റെ അകത്താണ്. വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഈ മന്നയുടെ പ്രത്യേകത, നീ എവിടെ നിൽക്കുന്നോ അവിടെ അത് വീഴുന്നു. ഇന്ന് ടൊറന്റോയിലാണെങ്കിൽ ഇന്ന് ടൊറന്റോയിൽ വീഴും, നാളെ നീ എഡ്മണ്ടിലാണെങ്കിൽ അവിടെയാണ് അത് വീഴുന്നത്. കാര്യം ഇത് വേറെ ആർക്കും കിട്ടത്തില്ല, നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നതാണ്. ഇതുപോലെ ഈ കിങ്ഡത്തിന്റെ എല്ലാ പർപ്പസും ഇങ്ങനെയാണ്. ഒരുത്തനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുക. അതാണ് ഈ പോർട്ടൽ എന്ന് പറയുന്നത്. അത് തുറന്നാൽ പിന്നെ ഭൂമിയിൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? നിങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഇങ്ങനെയുള്ള വാതിലുകൾ തുറക്കും. നിന്റെ ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെ മേളിലൊരു കാര്യം ദൈവം ചെയ്യും. ഇനി അടുത്ത പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. നിനക്ക് ഭൂമിയിൽ എന്തെങ്കിലും സഫിഷ്യന്റ് ആയിട്ട് അബൻഡന്റ് ആയിട്ട് അനുഭവിക്കണമെങ്കിൽ അത് സ്വർഗത്തിൽ തുറന്നത് മാത്രമേ ഭൂമിയിൽ അബൻഡന്റ് ആയിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയില്ല. സ്വർഗത്തിൽ തുറന്നതാണോ ഭൂമിയിൽ അബൻഡന്റ് ആയിട്ട് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞെരുങ്ങി ജീവിക്കും. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഈ രണ്ടട്ടവും മുട്ടിക്കാൻ വേണ്ടി പിശുക്കി പിശുക്കി ജീവിക്കും. പക്ഷെ മേളിലൊരു സാധനം തുറന്നാൽ പിന്നെ നിന്റെ വീട്ടിനകത്ത് അബൻഡൻസ് ആയിരിക്കും. മേളിൽ ശുശ്രൂഷ തുറന്നാൽ നിന്റെ ഭൂമിയിലെ ശുശ്രൂഷ ലാവിഷായിരിക്കും. അയ്യോ മിണ്ടുന്നില്ല. മേളിലൊരു കാര്യം തുറന്നാൽ, ഈ മീറ്റിംഗ് അങ്ങനെ മീറ്റിംഗാ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? നിനക്ക് പിന്നെ ഭൂമിയിൽ ഞെരുങ്ങേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഈ വാതിൽ എവിടെയാ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാം, അല്ലേ? ഇത് എവിടെയാ ഈ വാതിൽ നമുക്ക് അറിയത്തില്ല. ആമേൻ. ഈ വാതിലിന്റെ പ്രത്യേകത, ഇത് നിയോഗമുള്ളവനെ ഈ വാതിലുകൾ അട്രാക്ട് ചെയ്യും. എല്ലാരും ആടിനെ മേയ്ക്കും, ആരും കാണാത്ത പോലെ മോശ ആ തീ കണ്ടിട്ട് മോശയെ തീ ആകർഷിക്കും. ആർക്കാ ഇന്ന് രാത്രിയിലെ ദൂത് പിടികിട്ടിയേ? ദമാസ്കസിലേക്ക് 100 പേരുടെ യാത്രാ സംഘം പോയാലും പൗലോസിനെ അത് ആകർഷിക്കും. വാ, ഇന്ന് രാത്രി ഇതാർക്കാ മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. ചിലർ ചോദിക്കും, പാസ്റ്റർ ഇതെന്നാ പ്രസംഗമാ? അയ്യോ, എനിക്ക് എല്ലാവരോടും പറയാൻ ദൂതില്ല. ഇന്ന് രാത്രി നിയോഗമുള്ളതിനെ ഇത് ആകർഷിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാ ഞാൻ നിൽക്കുന്നേ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. കർത്തൃ ദിവസത്തിൽ എല്ലാം പ്രതികൂലമാകുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കും. എന്നിട്ട് പറയും, ഇവിടെ കയറി വാ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചേ. അന്യഭാഷ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അന്യഭാഷ പറഞ്ഞേ. ഹല്ലേലൂയ. ഭാഷയെ വിശ്വസിക്കുക. മേളിലൊരു കാര്യം ദൈവം ചെയ്യും. മേളിലൊരു കാര്യം ദൈവം ചെയ്തിട്ട് ഭൂമിയിൽ അതിനെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത് തരും. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇനി ശ്രദ്ധിച്ചോ, ഞാൻ ആ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വരണേ. ഒരു പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ശൈലി നിങ്ങൾക്ക് കേട്ട് ശീലമുള്ള ശൈലി ആയിരിക്കത്തില്ല.
എങ്കിലും എന്റെ കൂടെ നിന്ന് വരാൻ യാത്ര ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണേ. ശ്രദ്ധിച്ചേ, ഈ പോർട്ടൽ തുറക്കാൻ ഉള്ള സാധ്യതകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അതെങ്ങനെ അറിയാമെന്നറിയോ? ദൈവമേ, എൻ്റെ ലൈഫിൽ ഒരു പോർട്ടൽ തുറക്കുമോ, ദൈവമായിട്ടൊരു എൻകൗണ്ടറിന്റെ സാധ്യത എനിക്കുണ്ടോ, അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഞെരുക്കത്തിൽ കൂടെ ആയിരിക്കും നീ കയറി പോകുന്നത്. അതിന്റെ തൊട്ടുള്ള ദിവസങ്ങളിൽ നീ വല്ലാത്ത നിരാശയിലേക്ക് വീഴും. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നീ പ്രതീക്ഷിച്ച പലരും നിനക്ക് മുഖം തിരിക്കും. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കും. ആമേൻ. ആരോടോ ഇന്ന് രാത്രി ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ കയറിപ്പോയിട്ടില്ലാത്ത ചില പ്രതിസന്ധികളിൽ കൂടെയാണ് ഈ ദിവസങ്ങളിൽ നീ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വേറൊരു സ്ഥലത്തിലേക്കുള്ള ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ ആണ്. നിന്നെ അങ്ങോട്ട് ദൈവം ഇൻവൈറ്റ് ചെയ്യാണ്. യാക്കോബേ, നിന്റെ വീട്ടിൽ നിന്ന് ദൈവം നിന്നെ പുറത്താക്കുമ്പോൾ, നിന്റെ അപ്പൻ നിന്നെ പുറത്താക്കുമ്പോൾ, നിന്റെ അമ്മ നിന്നെ പുറത്താക്കുമ്പോൾ, വീട്ടിലെ ചേട്ടൻ നിനക്കെതിരെ വാളെടുക്കുമ്പോൾ നീ ഓർത്തോ, നീ അറിയാതൊരു ബേഥേലിലേക്ക് ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓ, ആർക്കൊക്കെയോ ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലായി. ജീവിതത്തിന്റെ ഏറ്റവും കടുത്ത ഒറ്റപ്പെടലിൽ കൂടെയാണ് മോശെ നീ കഴിഞ്ഞ 40 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ 40 വർഷങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് നിന്റെ നിയോഗങ്ങളെ പിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പർവ്വതങ്ങൾ നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീർന്നില്ല. യോഹന്നാനെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളുടെ പത്മോസിലാണ് നീ കിടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിന്നോട് ദൂതുണ്ട്. അത് നിന്നെ തകർക്കുന്ന സ്ഥലമല്ല, അത് നിന്റെ അസെൻഷന്റെ സ്ഥലമാണ്. അത് നിന്നെ ദൈവാത്മാവ് വലിക്കുന്ന. ഓ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആരോ പറയുന്നു, പാസ്റ്റർ, എന്റെ ലൈഫിൽ വലിയ പ്രതികൂലം. ഒറ്റ കാര്യമാണ്, നിന്നെ ഇൻവൈറ്റ് കാണാൻ തൊടുന്നല്ലോ. ഈ ദൂത് പറയുമ്പോൾ ദൈവം തൊടുന്നല്ലോ. ഓ, come on. ഓ, രാബാ ശാർതാല കടാലാരി ആർദന. എല്ലാവരോടും ഇന്ന് രാത്രി എനിക്ക് ദൂതില്ല. പക്ഷെ ജീവിതത്തിൽ വല്ലാതെ വലഞ്ഞ്, വല്ലാതെ ഒറ്റപ്പെട്ടു വായി എന്തുകൊണ്ടെന്ന് ചോദിച്ച് തകർന്ന് കിടക്കുന്ന ചിലതിനോട് ഇന്ന് രാത്രി എന്റെ ദൈവം പറയുന്നു, എന്റെ പോർട്ടലുകൾ നിന്നെ ആകർഷിക്കുകയാണ്. പിടിച്ചോണേ. ഇവിടെ എന്തും സംഭവിക്കാം. ഈ മുറിയിൽ കാഴ്ചക്കാരായിരിക്കുന്നവരെ ഇന്ന് രാത്രി എനിക്ക് താല്പര്യമില്ല. ഇന്ന് രാത്രി ഇവിടെ കേറി വാ എന്ന് യോഹന്നാനെ. ആരൊക്കെയോ നിനക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഓർത്തോണം, നിന്നെ അതിനുവേണ്ടി നിന്റെ കംഫർട്ട് സോണുകൾ അതെയും ബ്രേക്ക് ചെയ്യുന്നത്. ഈ പോർട്ടലുകളിലേക്ക് നീ കയറുന്നതിന് മുമ്പേ നിന്റെ കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്യും, നിന്റെ ആശ്രയങ്ങളെ പൊട്ടിക്കും, നിന്റെ ഭൂമിയിലെ ട്രസ്റ്റുകളെ ദൈവം മുറിച്ചു കളയും. എന്നിട്ട് ദൈവത്തിന്റെ പോർട്ടലുകൾ നിന്നെ ആകർഷിക്കും. പ്രാർത്ഥിച്ചതാണ്.
എന്റെ ലൈഫിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മുഖാന്തരം സ്ഥാപിക്കപ്പെട്ട സഭയിൽ നിന്ന് ഞാൻ പുറത്തായി. എന്റെ വീട്ടിൽ തുടങ്ങിയ ആരാധനയിൽ നിന്നെ പുറത്താക്കി. ഞാൻ ഇനി പെന്തക്കോസ്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് വഴക്കടിച്ചു. എന്നിട്ട് ഞാൻ ആരാധനയ്ക്ക് പോകാതെ മാസങ്ങൾ ഇരുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ എന്നെ എന്തോ ഒരു കാര്യം ആകർഷിക്കുന്നുണ്ടായിരുന്നു. ഇരുമ്പ് കാന്തം കൊണ്ട് ആകർഷിക്കുന്നത് പോലെ നിന്റെ തകർച്ചകൾക്ക് നടുവിൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു. നിന്റെ രോഗക്കിടക്കയുടെ നടുവിൽ ഇന്ന് എനിക്ക് തകർന്നവനെ കാണുമ്പോ ഇഷ്ടമാ, പൊളിഞ്ഞവനെ കാണുമ്പോ ഭയങ്കര സന്തോഷമാ, ശുശ്രൂഷയിൽ ഒറ്റപ്പെട്ടവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാ. എനിക്കറിയാം ഒരു പോർഷൻ അവനെ പിടിക്കുകയാണ്. ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ സംസാരിച്ചു. പ്രാപിച്ചോ മക്കളെ? നീ തകർന്നവനാണോ? നീ ഉടഞ്ഞവനാണോ? നീ ഒറ്റപ്പെട്ടു പോയവനാണോ? നീ ഐസൊലേറ്റഡ് ആണോ? നിന്നെ സഹായിക്കാൻ ആരുമില്ലേ? നിന്റെ കംഫർട്ട് സോണുകളെ എന്റെ ദൈവം പൊളിക്കുന്നത് എന്തിനെന്നറിയാമോ? നീയും ദൈവമായിട്ടുള്ളൊരു ടൈപ്പിന് വേണ്ടി, നീയും ദൈവമായിട്ടുള്ളൊരു ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നെ ഇരുത്താൻ വേണ്ടിയാണ് എന്റെ ദൈവം നിന്റെ കംഫർട്ട് സോണുകളെ പൊളിക്കുന്നത്. ഈ രാജ്യത്തിൽ ആരോടോ ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കയറ്റും. എന്തിനാ ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നറിയാമോ? അവിടെ വെച്ച് എനിക്ക് നിന്നോട് ഹൃദ്യമായി ഇടപെടാനുണ്ട്. പ്രാപിക്കാൻ പറ്റുന്ന എത്ര പേര് രാത്രി ഇവിടെ ഉണ്ട്? ഒന്ന് കേറി ചെന്നേ. വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട യാത്ര. യാക്കോബ് പോവുക, യാക്കോബ് ഇറങ്ങുക. പക്ഷെ എന്തോ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ ഉറക്കം വന്നു. അവൻ്റെ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവൻ ഉറങ്ങി. ആ ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് രാത്രിയിൽ അവനൊരു സ്വപ്നം കണ്ടു. എല്ലാ വഴിയും അടഞ്ഞതിൻ്റെ അന്ന് സ്വർഗത്തിൽ നിന്നൊരു കോവേണി അവന് വേണ്ടി ഇറക്കി. അന്ന് രാത്രി അവനൊരു വാക്ക് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റിട്ട്, സ്വർഗത്തിന്റെ വാതിലാകുന്നു. ഞാനത് അറിഞ്ഞില്ല. നീ അറിഞ്ഞാൽ നിനക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. നീ പോലും അറിയാതെ നിന്റെ പ്രതിസന്ധികൾ നിന്നെ അതിലേക്ക് അടുപ്പിക്കും. നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ നിന്നെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടുപോകും. ഇന്ന് രാത്രി വിശ്വസിക്കും. നിങ്ങൾ ആരാന്ന് എനിക്കറിയാം, പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കും. ഒരിക്കലും അത് തുറന്നാലുണ്ടല്ലോ പിന്നെ അടയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി തോന്നുന്നുണ്ട്, എൻ്റെ ഈ പ്രതിസന്ധി എന്നെ തകർക്കാനല്ല, അതാണ് അതിൻ്റെ സാധ്യത. I will enter the holy of. ഒന്ന് പ്രാർത്ഥിക്കാമോ?
ഇതൊരു ഇൻവിറ്റേഷൻ ആണ് ഇന്ന് രാത്രിയിൽ. ആരൊക്കെയോ ഇന്ന് രാത്രി ഇൻവൈറ്റ് ചെയ്തു. വളരെ ഇഷ്ടമുള്ള ഒന്ന് രണ്ട് എൻകൗണ്ടറുകളൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി. ഈ അസന്റ് എന്ന വാക്ക് നിങ്ങളുടെ അകത്ത് കയറണം. ഈ പ്രത്യേകിച്ച് വേറെ ആരുടെയും തലയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ ഹവ ചർച്ചിന്റെ അകത്ത് ഈ സാധനം കയറണം. ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല. എൻ്റെ ലൈഫിൽ എന്തോ ഒരു ഉയർന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും കണക്ട് ആകണം. ഈ ദൈവം ഇൻവൈറ്റ് ചെയ്യാതെ, ദൈവം അനുവദിക്കാതെ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ നമ്മൾ ദൂരെ നിൽക്കേണ്ടി വരും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എടുക്കുമ്പോൾ പഴയ നിയമത്തിലൊരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എടുക്കുമ്പോൾ ഒരു യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 3 മാസത്തോളമായി. 1-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. ഒരു പോർട്ടലിനടുത്തേക്ക് അവർ കയറിയിരിക്കുക. സീനായി ഒരു പോർട്ടലാണ്. സീനായി ഒരു പോർട്ടലാണ്. 3 മാസം കൊണ്ട് നടന്ന് അവർ പോലും അറിയാതെ അവിടെ എത്തി. ഇനി ശ്രദ്ധിച്ചേ, ഇനി അതിൻ്റെ 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 10-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്ന് നാളെയും അവരെ ശുദ്ധീകരിക്കുക. എന്തിനാ? അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ഇതെല്ലാം പ്രവചനാത്മാവിൽ കേട്ട ഇതൊരു ദൂതാണ് നിങ്ങളോടുള്ളത്. അയ്യോ, 3-ാം ദിവസം എല്ലാരും വായിരത്. 3-ാം ദിവസം വായിച്ചിട്ട് വല്ലതും തോന്നിയോ? മൂന്നാം ദിവസം സകല ജനവും കാണുക സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. ദൈവം ഇൻവൈറ്റ് ചെയ്യുക. ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആദം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഒരാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ രൂപം ആർക്കും അറിയത്തില്ല. ദൈവം എങ്ങനെ ഇരിക്കുകയാണെന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെ 3-ാം മാസമായപ്പോൾ ദൈവം ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക. ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എൻ്റെ ലൈഫിൽ എൻകൗണ്ടർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ ഇതൊരു ടാബായിട്ട് മാറിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും. ഈ യോഹന്നാനൊക്കെ ഇറങ്ങിപ്പോയല്ലോ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് അവിടെ ലൈവായിട്ട് നിന്നിട്ട് ഈ സാധനങ്ങളെ കാണാൻ ശ്രമിക്കും. നിങ്ങളാരും അങ്ങനെ പോകരുത് കേട്ടോ. അങ്ങനെ പോയ വഴിക്ക് ഞാൻ ഈ പാളയത്തിൽ ചെല്ലുക. 40 ലക്ഷം പേര്. എൻ്റെ ചിന്ത, ഈ 40 ലക്ഷം പേർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ല. പറഞ്ഞതിന്റെ ആ സെക്കൻഡിൽ തന്നെ എല്ലാ വീട്ടിലും അറിഞ്ഞു.
എങ്ങനെ പാസ്റ്ററെ, എങ്ങനെ ഇത് അറിഞ്ഞത്? ഒരു ദൂത് കിട്ടിയ ഉടനെ എല്ലാ വീടുകളിലും എത്തി. വാട്സ്ആപ്പ് ഗ്രൂപ്പില്ല അവർക്ക് എല്ലാവർക്കും കൂടെ, ഇന്റർനെറ്റ് സംവിധാനമില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ല. പിന്നെ ആ കൂട്ടായ്മയിൽ ചില ആളുകളുണ്ട്, അവരുടെ പേര് ഓട്ടക്കാരെന്നാ. എന്തുവാ പറഞ്ഞേ? ഒരു ദൂതുമായിട്ട് ഓടുന്ന ഓട്ടക്കാരുണ്ട്. മോശയുടെ കൂടാരത്തിൽ നിന്നൊരു ദൂത് കിട്ടിയ ഓരോ വീടിന്റെ നടുവിൽ ഓടി നടക്കും അവർ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഉഴപ്പന്മാരാരും ഇതുവരെ എൻകൗണ്ടറിൽ കയറിയിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരുടെയും ലൈഫിലെ ഏതോ ഒരു ആത്മാർത്ഥതകളുടെ മേഖലയിലാണ് ഈ എൻകൗണ്ടറുകൾ തുറന്നു വരുന്നത്. ഓട്ടക്കാരുണ്ട്, ഓരോ വീടുകളിലും പോയി പറയുകയാണ്, 3-ാം ദിവസത്തേക്ക് റെഡി ആയിക്കോണം, 3-ാം ദിവസത്തേക്ക് റെഡി ആയിക്കോണം, 3-ാം ദിവസത്തേക്ക് റെഡി ആയിക്കോണം. സെക്കൻഡുകൾക്കകം ഈ ദൂത് എല്ലായിടത്തും എത്തി. 40 ലക്ഷം ജനം പറയുകയാണ്, നമ്മുടെ ദൈവം ഇറങ്ങാൻ പോകുന്നു, ഗെറ്റ് റെഡി. ഓ, ആരാ ഇന്ന് രാത്രി ദൂതനാമേൻ പറയുന്നേ? ഇന്ന് രാത്രി ഞാൻ ടൊറന്റോയോട് പറയുന്നു, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അളവിൽ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അളവിൽ എന്റെ ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ പോകുന്നു. ചർച്ച് ഗെറ്റ് റെഡി. വാ വാ, ആരാ ഇന്ന് രാത്രി ദൂതനാമേൻ പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഉണർവുകാരന്റെ ദൂത് വ്യത്യസ്തമാണ്, ഉണർവിന്റെ തിയോളജി വ്യത്യാസമാണ്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് നീയും ദൈവമായിട്ടുള്ള എൻകൗണ്ടറുകളുടെ സ്റ്റോറിയാണ്. 3-ാം ദിവസത്തേക്ക് റെഡി ആയിക്കൊള്ളേ. പക്ഷേ ഞാൻ അതിനകത്ത് ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും കുളിക്കുന്നു, എല്ലാവരും തുളി അനക്കുന്നു. ഞാൻ ലൈവായിട്ട് ഇറങ്ങിച്ചല്ലേ റൂഫസേ. ഞാൻ ഓരോരുത്തരും തട്ടിയിടിച്ച് ചോദിച്ചു, എന്തിനാ ഇപ്പം കുളിക്കുന്നേ? ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പം വസ്ത്രം അലക്കുന്നേ? എന്താ ഇവിടെ ആരുടെങ്കിലും കല്യാണം നടക്കുന്നു, എന്തെങ്കിലും പാർട്ടി നടക്കുന്നു? അവരെല്ലാം തിരിച്ചെന്നോട് പറയും, മിണ്ടരുത്, ഞങ്ങളുടെ ദൈവം ഇറങ്ങാൻ പോകുന്നു ആ പർവ്വതത്തിൽ. ഞങ്ങളുടെ ദൈവം ഇറങ്ങാൻ പോകുന്നു, ചെങ്കടൽ മുറിച്ചവൻ ഇറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. 10 പാപങ്ങളെ അവൻ ഇറക്കിയവൻ ഇറങ്ങാൻ പോകുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കകത്ത് ഞങ്ങളെ ഇരുത്തിയ അവൻ ഇറങ്ങാൻ പോകുന്നു. ഞങ്ങൾ അവനെ എതിരേൽക്കാൻ റെഡിയാണ്. ഇന്ന് രാത്രി ആരുടെ അകത്തായി എക്സൈറ്റ്മെന്റ് ഉള്ളേ? ആരുടെ അകത്തായി എക്സൈറ്റ്മെന്റ് ഉള്ളേ? വാ വാ, പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. ചിലരോട് ദൈവം പറയുകയാണ്, മോശേ നീ അവിടെ ഒരു വേലി കെട്ടണം, ഒരു ബാരിക്കേഡ് കെട്ടണം. ആ ബാരിക്കേഡ് കെട്ടിയിട്ട് ഒരു മൃഗം പോലും ആ ബാരിക്കേഡിനകത്തേക്ക് കയറരുത്. അവിടെ ഒരു വേലി കെട്ടണം. ആമേ. ഞാൻ ഈ വേലി കെട്ടുന്നവരോട് കണ്ട് ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഈ വേലി കെട്ടുന്നേ? എന്തിനാ ഈ ഫെൻസിങ്ങിന്റെ ആവശ്യം? അവർ കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചിട്ട് എന്നോട് പറയാണ്, ബ്രദറെ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ഈ തിരിക്കുന്ന വേലിക്കകത്തവൻ ഇറങ്ങും. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായവൻ, സകല പ്രപഞ്ചത്തെയും ഉള്ളം കരത്തിൽ വരയ്ക്കുന്നവൻ. ഹല്ലേലൂയ. അവനെ എതിരേൽക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാവുകയാണ്. അവനെ 12 വാക്യങ്ങൾ എടുത്തടാ. എല്ലാരും കൂടെ കൂടെ ഈ പറയണം, അസന്റെ കൂടെ പറയണം. ഒന്നുമില്ലേ, ഇവിടുന്ന് പോകുമ്പോ ഈ വാക്കെങ്കിലും ഇവരുടെ അകത്തിട്ടിട്ടേ ഞാൻ പോത്തുള്ളൂ. ഞങ്ങൾ ഈ ചർച്ച തുടങ്ങിയപ്പോ ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ഇൻ ക്രൈസ്റ്റ്. ചർച്ചിൽ വരുന്ന ആളുകളുടെ എല്ലാം മനസ്സിലെ കാര്യം ഇൻ ക്രൈസ്റ്റ് ഒരു സഭയുടെ പേരാണെന്നായിരുന്നു. IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, അഹവ, അതുപോലെ ഇൻ ക്രൈസ്റ്റ്. ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി, ഇൻ ക്രൈസ്റ്റ് ഒരു ചർച്ചിന്റെ പേരല്ല, ഇതൊരു റെവലേഷനാണ്. ഇതൊരു റെവലേഷനാണ്. ആ റെവലേഷൻ പിടികിട്ടാതെ അതിനകത്തുനിന്നുള്ള ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അസന്റ് ഒരു മീറ്റിംഗിന്റെ പേരല്ല, അസന്റ് ഒരു റെവലേഷനാണ്. അയ്യോ,
എവിടെ പോവാ? അസന്റ് മീറ്റിംഗ്. എന്തു അസന്റ്? ആർക്കറിയാം? അങ്ങനെ ഇതൊരു റെവലേഷൻ ആണ്. സംബടി ഹല്ലേലൂയ. അപ്പൊ ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ഭയങ്കര പ്രിപ്പറേഷൻ നടക്കുക. എല്ലാരും കുളിച്ച് റെഡിയായി. ഇനി അതിന്റെ 16-ാം വാക്യത്തിലേക്ക് പോകണം. എല്ലാരും ചേർന്ന് വായിച്ച്. ഞാൻ വായിക്കാൻ നോക്കിയിരിക്കണ്ട. 3-ാം ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് ഈ വാക്യം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. 17-ാം വാക്യം ഒന്ന് വായിച്ചത്. ദൈവത്തെ, ഈ വാക്യം എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ പാസ്റ്റർലിനോ എന്നോട് ഇന്ന് രാത്രി ചോദ്യം, റൈസൺ ബ്രദറെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആഗ്രഹം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്കൊരു 40 or 50 ലക്ഷം ജനത്തെ എന്നെ എതിരേൽക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് നയിച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുവരണം. ഒന്ന് കണ്ടേ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ പിക്ചർ വരട്ടെ. 40 വർഷം മുമ്പ് നീ എന്തിനാ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടിയേ? എന്റെ കൂടെ ഈ ദൂതന്റെ ഹൃദയം സ്വീകരിച്ചു വന്നേ. 40 വർഷം മുമ്പ് നീ എന്തിനാ മോശയുടെ കൊട്ടാരം വിട്ടെ, ഫറവോന്റെ കൊട്ടാരം വിട്ടെ? എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ തീരുമാനം തെറ്റിപ്പോയെന്ന്? വാക്സാമർത്ഥ്യം ഉണ്ടായിരുന്ന നീ ഇന്ന് വിക്കനായി പോയി. ഇന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അടി അന്ന് അവനെ അടിക്കണ്ടായിരുന്നു, അന്ന് അടി അടിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് കൊട്ടാരത്തിൽ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? മോശയ്ക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ 40 വർഷങ്ങൾ മോശ വെയിറ്റ് ചെയ്തത് ഇങ്ങനൊരു സീനിന് വേണ്ടിയാ. അവൻ കൊട്ടാരം വിട്ടത്, ഒന്ന് ചിന്തിച്ച്, രാവിലെ പാസ്റ്റർ രാവിലെ ദൈവം കാനഡയോട് പറയുക, എന്നാലും വെളുക്കുമ്പോൾ റെഡി ആയിക്കോണം. എന്നിട്ട് രാവിലെ അന്ന് രാത്രി മോശ ഉറങ്ങിക്കാണുവോ സിസ്റ്ററെ? ഉറങ്ങിക്കാണുവോ? എല്ലാവരും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ മോശ എഴുന്നേറ്റു. എന്റെ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റും. എവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ 40 ലക്ഷത്തിന്റെ മുമ്പിൽ അവൻ നയിക്കുക. ഞാൻ ആ കൂട്ടായ്മയിൽ കൂടി മോശയോട് ചേർന്ന് സംസാരിച്ചു. മോസസ്, ഹൗ യു ഫീൽ? മോശയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ റൈസൺ ബ്രദർ ഞാൻ മിസ്രൈം വിട്ടോടിയത്. ഈ ഒരു നിമിഷത്തിന് എന്തിനാ നമ്മൾ മിനിസ്ട്രിയിലായിരിക്കുന്നേ? എന്തിനാ നിങ്ങൾ മിനിസ്ട്രിയിലായിരിക്കുന്നേ? എനിക്ക് നിങ്ങളോട് ദൂതുണ്ട്. നീ മുമ്പിൽ നിന്ന് നയിക്കും. ഇവിടുത്തെ ഒരു തലമുറയുടെ മുമ്പിൽ നിന്ന് നയിക്കും. ഒരു തലമുറയെ ദൈവം ഇറങ്ങുന്ന സ്ഥലത്ത് നീ കൊണ്ട് നിർത്തും. എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള ലീഡർഷിപ്പിന്റെ അനോയിന്റിങ്ങുകൾ പകർച്ച നടക്കുന്നു കേട്ടോ. ചില യൂത്ത് ലീഡേഴ്സിനെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കും. ദൈവം ഇറങ്ങുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അതിനെ അടുപ്പിക്കും. ഞാൻ ഒത്തിരി തവണ ആ വാക്യം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. മുമ്പിൽ നിന്ന് മോശ നയിക്കുക, പുറകിൽ 40 ലക്ഷം വരിക. 40 ലക്ഷം വന്നിട്ട് അവരെല്ലാം വന്ന് കാണുകയാണ്. പർവ്വതം നിന്ന് കത്തുകയാ. പർവ്വതം നിന്ന് കത്തുക. എന്റെ കൂടെ ഉണ്ടോ? പുക കത്തുകയാണ്. പുക, ഇടിമുഴക്കം,
അയ്യോ, മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഇന്ന് രാത്രി എന്റെ മേൽ കാമൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് ദൈവം ചിലതിനെ വിളിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചിലത് അനുഭവിക്കുവാൻ, കേട്ടിട്ടില്ലാത്ത ചിലത് കേൾക്കുവാൻ. എന്നെ ശ്രദ്ധിച്ച്, എങ്ങനെ അത് കേൾക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ, എല്ലാവരും അടിവാരത്തിൽ ദൈവം മോശയിട്ടിരിക്കുന്ന ആ ഫെൻസിങ്ങിന്റെ താഴെ നിൽക്കുന്ന എല്ലാവരും പറയുകയാണ്, ദൈവം എങ്ങനെയുണ്ട്, റിവൈവൽ എങ്ങനെയുണ്ട്. ഞാൻ അതിനെ വാക്കിനെ റിവൈവൽ എന്ന് പറഞ്ഞു. റിവൈവൽ എങ്ങനെയുണ്ട്? അതിന്റെ മേളത്തെ വാക്യം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കം, മിന്നൽ, കാർമേഘം, മഹാഗംഭീരമായ കാഹളധ്വനി. എന്നെ ശ്രദ്ധിച്ചേ, ഒത്തിരി പേരോട് ചോദിച്ചിട്ട് റിവൈവൽ എങ്ങനെയുണ്ട്? അവർ പറയും ഭയങ്കര ബഹളമാവാശ്രേ, എന്തോ ഭയങ്കര തീയാവാശ്രേ, എന്തോ ഇനി എന്നെ ശ്രദ്ധിച്ച്, ഇവിടെ എനിക്ക് നിങ്ങളോടുള്ള ദൂത് കിടക്കുന്നു. ജനമെല്ലാം ആ ഇടിമുഴക്കവും മിന്നലും എല്ലാം കണ്ടിട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരുത്തനെ മോശയോട് ദൈവം പറയുക, എല്ലാരും ഫെൻസിങ്ങിന് പുറത്ത് നിൽക്കട്ടെ, നീ ഒരുത്തൻ, മനുഷ്യകുലത്തിൽ ഒരുത്തനും നിൽക്കാൻ പറ്റാത്ത ആ ഫെൻസിങ്ങിനകത്തേക്ക് ദൂതനാമയും പറയുന്നത്, നിന്റെ വീട്ടിൽ ഇതുവരെ ആരും നിന്നിട്ടില്ലാത്ത ആ സാന്നിധ്യത്തിന്റെ അകത്തേക്ക്, നിന്റെ പട്ടണത്തിൽ ഒരാളും എൻ്റർ ചെയ്യാൻ പറ്റാത്ത, ആർക്കും പെർമിഷൻ ഇല്ലാത്ത ആ സ്ഥലത്തേക്ക് നിനക്ക് ഞാൻ ഇൻവിറ്റേഷൻ തരിക. എല്ലാവരും അവിടെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ പോലെ മോശ നടന്നു കയറുക. മനുഷ്യകുലത്തിൽ ഒരാൾക്കും കയറാൻ പറ്റാത്ത ആ ഫെൻസിങ്ങിന്റെ അകത്തേക്ക് 3 ദിവസം മുമ്പ് അവൻ കേട്ടതാ, ഒരു മൃഗം തൊട്ടാൽ മരിച്ചു പോകും, പക്ഷെ അവൻ കയറുക. Somebody say ascend. Come on. ഈ മീറ്റിംഗിന്റെ വെളിപ്പാടകത്ത് കേറട്ടെ പ്രിയരേ. ഇതേതോ ഒരു മീറ്റിംഗിനകത്ത് വന്ന് പുക കണ്ടിട്ട് പോകുന്ന മീറ്റിംഗ് അല്ല. ഇതേതോ ഒരു മീറ്റിംഗിനകത്ത് വന്ന് കൈയടിച്ചു പോകുന്ന മീറ്റിംഗ് അല്ല. ഇന്ന് വരെ നീയും നിന്റെ കുടുംബവും നിന്നിട്ടില്ലാത്ത ഒരു പീക്ക് പോയിന്റിലേക്ക് ദൈവം നിങ്ങളെ ചിലരെ വിളിക്കുകയാണ്. ഓ, കണ്ണടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണടച്ച്, പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ച്. ദൈവം പറയുന്നു കേറി വാ. ദൈവം പറയുന്നു കേറി വാ. സാധാരണ മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് കേറി വാ. കേറി വാ മോശേ. എല്ലാവർക്കും റിവൈവൽ, ഇടിയും മുഴക്കവും തീയും പുകയുക. പക്ഷെ അതിന്റെ അപ്പുറത്ത് ആ റിയാലിറ്റിയിലേക്ക്, റിയലായ സ്ഥലത്തേക്ക്, ആ ഹാർഡ് കോർ പ്ലേസിലേക്ക് ചിലരെയും വിളിക്കുന്നു. ചിലരെയും വിളിക്കുന്നു. ഇതിന്റെ പേരാണ് അസെൻഡ്. എല്ലാരും സഭായോഗത്തിൽ വന്ന് കൈയടിച്ചു പോകുമ്പോൾ ആരെ കയറി വരുന്നു? പ്രാർത്ഥിച്ചേ. എല്ലാവരും സഭായത്തിൽ ഒന്ന് കൈയടിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഇല്ല മാസ്റ്റർ. അന്ന് മോശ മനുഷ്യകുലത്തിൽ ഒരാളും നിന്നിട്ടില്ലാത്ത ആ സ്ഥലത്തേക്ക് അവൻ കയറി. എല്ലാരും പുക കണ്ടിട്ട് പോയപ്പോൾ, എല്ലാരും തീ കണ്ടിട്ട് പോയപ്പോൾ അവൻ ആ തീക്കകത്തേക്ക് കയറി. പരിശുദ്ധാത്മാവ് വിളിക്കുന്നു,
ആരാ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു? 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ആരും ആരെയും നോക്കണ്ട. പറ, എനിക്ക് ദൂരത്ത് നിന്ന് കാണണ്ട, എനിക്ക് അകത്ത് കയറണം. കണ്ണടച്ച് ഈ മീറ്റിംഗ് പലരുടെ ലൈഫ് തിരിയും കേട്ടോ. എനിക്ക് അഭിഷേകത്തെ ദൂരത്ത് നിന്ന് അറിയണം, എനിക്ക് അകത്ത് കയറണം. അവനെ ദൈവം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നടാ. ഒത്തിരി പേർക്ക് റിവൈവൽ പുകയാണ്, ഒത്തിരി പേർക്ക് റിവൈവൽ ബഹളമാണ്, ഒത്തിരി പേർക്ക് റിവൈവൽ കുറച്ച് ചാടുന്നതാണ്. പക്ഷേ ചിലർ പറയും എനിക്ക് അതിനകത്തേക്ക് കയറണം. നിന്റെ തലമുറയിൽ ആരും നിന്നിട്ടില്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് നിൽക്കണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥന ഏതാണ്? കർത്താവേ, എന്റെ ജനറേഷനിൽ ആരും നിന്നിട്ടില്ലാത്ത ഒരകത്തെ സ്ഥലത്ത് തന്നെ ദൈവം നിർത്തണം എന്ന് പ്രാർത്ഥിച്ചേ. കേറുവാ, നീ ആയിട്ട് കയറാൻ പറ്റത്തില്ല. ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യണം. മോനെ വിളിക്കുന്നടാ. ആരാ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്? നാൽപ്പത് ദിവസം അവൻ അതിനകത്തായിരുന്നു. നിനക്ക് എവിടെ നിൽക്കണ്ടേ? പറ, നിനക്ക് എവിടെ നിൽക്കണ്ടേ? നിനക്ക് ആ പോർട്ടലിൽ എവിടെ നിൽക്കാനാ കൊതി? പറ, പ്രാർത്ഥിച്ചോ. പറ, ശബ്ദം കേട്ടിട്ട് പോണോ? ബഹളം കേട്ടിട്ട് പോണോ? അതോ ബഹളത്തിന്റെ അകത്തേക്ക് ഇറങ്ങണോ? ഇന്നും അഭിഷേകം എന്താന്ന് ചോദിച്ചാൽ ആളുകൾ പറയും തറയിൽ വീഴുന്നതാ, ബഹളമാ, ചാട്ടമാ. ശരിയാ, ഇതെല്ലാം ഉണ്ട്. ദൈവം ഇറങ്ങുമ്പോൾ ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷെ ആ ഫെൻസിങ്ങിനകത്തേക്ക് നീ കയറിയിട്ടുണ്ടോ? ആ ഫെൻസിങ്ങിനകത്തേക്ക് നീ കയറിയിട്ടുണ്ടോ? ശുശ്രൂഷയുടെ വേറൊരു തലത്തിലേക്ക് കയറാൻ തയ്യാറാവും. തീവ്രമായ ദൈവസാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ തയ്യാറാവും. ഇന്ന് രാത്രിയിലും എനിക്കറിയത്തില്ല, ആരുടെയോ സ്പിരിറ്റ് മാൻ ചില സ്ഥലങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ പോകും. സ്പിരിറ്റ് മാൻ ചില മേഖലകളിലേക്ക് എൻ്റർ ചെയ്യട്ടെ. പ്രാർത്ഥിച്ച പ്രിയരെ, ഇതൊരു സാധാരണ നിമിഷമല്ല. ഇനി ഞാൻ ഈ ആത്മാവിനെ സെൻസ് ചെയ്തിട്ടാ പ്രാർത്ഥിക്കുന്നു. അസന്റ് മീറ്റിങ്ങിനകത്ത് പോയി കൈയടിച്ച് പ്രാർത്ഥിച്ച് ബഹളം വെച്ച് പോകാനല്ല. ഈ അസന്റ് എന്ന വാക്കും നീയുമായിട്ട് കണക്ട് ആകട്ടെ. ആ ഇൻവിറ്റേഷൻ ഇല്ലാതെ നീ കേറിയാൽ നിന്റെ ലൈഫ് അവിടെ കൊണ്ട് തീരും. പക്ഷെ ഇൻവിറ്റേഷൻ കിട്ടിയാൽ നിനക്ക് ധൈര്യത്തോടെ മനുഷ്യകുലത്തിൽ ഒരുത്തനും കേറിയിട്ടില്ലാത്ത ആ സ്ഥലത്തേക്ക് കയറി ചെല്ലാം. ആദ്യത്തെ തവണ മോശ കയറി ചില ദിവസങ്ങൾ ഇരുന്നു. രണ്ടാം തവണ മോശ കയറാൻ നേരത്ത് ദൈവം പറഞ്ഞു, ഇനി നീ വരുമ്പോൾ കുറച്ചു പേർ കൂടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഒരു 70 മൂപ്പന്മാരെയും കൂടെ വിളിച്ചോണ്ട് വരണം. എന്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. മോനെ, എന്തോ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിന്റെ ലൈഫിൽ ചെയ്യും. നീ മറക്കത്തില്ല ഈ മീറ്റിംഗ്. മോളെ, പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നു കുഞ്ഞെ. ഇൻവിറ്റേഷൻ കിട്ടുന്നു.
പ്രാർത്ഥിച്ച്. എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കും. ഇൻവിറ്റേഷൻസ് ദൈവം ഒത്തിരി പേർക്ക് കൊടുക്കുന്നു. കയറി വരാൻ പറയുന്നു. ആരാ ഇന്ന് രാത്രി കയറി ചെല്ലും? യോഹന്നാനെ കർത്തൃ ദിവസത്തിലെ സാന്നിധ്യം സാക്ഷി ചെയ്ത് കൊണ്ടുപോയതുപോലെ നിന്നെ വലിച്ചുകൊണ്ട് പോവാ. ലോകത്തിൽ ആരും കാണാത്ത കാഴ്ചകൾ നിന്നെ അവിടെ ദൈവം കാണിക്കും. കിരീടങ്ങൾ ഊരിയിട്ട് ആരാധിക്കുന്ന മൂപ്പന്മാർ, പുസ്തകത്തിന്റെ ചുരുളുകൾ തുറക്കുന്നത്, കത്തുന്ന യാഗപീഠങ്ങൾ. അങ്ങനെ ഒരു അനുഭവം നിന്റെ സ്പിരിച്വൽ ലൈഫിൽ സംഭവിച്ചാൽ നീ പിന്നെ സാധാരണക്കാരനല്ല. പ്രാർത്ഥിച്ചേ 1-2 മിനിറ്റുകൾ അന്യഭാഷയെ സംസാരിച്ചേ. ആത്മാവിലൊന്ന് കേറാൻ ശ്രമിച്ചേ. നിനക്ക് ഇതുവരെ വെച്ചിരുന്ന സ്പിരിച്വൽ റെസ്ട്രിക്ഷൻസ് ദൈവാത്മാവ് എടുത്തു കളയുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വെച്ചിരിക്കുന്ന സ്പിരിച്വൽ ബൗണ്ടറികൾ ദൈവം പൊളിക്കുന്നു. നിനക്ക് മതം വെച്ചത്, നീ വെച്ചത്, ഹല്ലേലൂയ, ഇന്ന് രാത്രി എന്റെ ദൈവം പൊളിക്കുന്നു. എന്നിട്ട് പറയുന്നു, കേറി വാ, ഈ തലമുറയിൽ എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ ഈ രാജ്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ വേലിക്ക് പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ വേലിക്കകത്ത് കയറേണ്ടവനാണ്. ആരോടൊക്കെയോ ഇന്ന് രാത്രി ദൈവം പറയുന്നല്ലോ. പ്രാർത്ഥിച്ചേ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. വായ്കൾ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നീ വേലിക്ക് പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ അകത്ത് നിൽക്കേണ്ടവനാണ്. നീ കണ്ടും കേട്ടും പോണ്ടവനല്ല. ആരെയൊക്കെയോ ദൂതന്മാർ നിന്ന് കൈ പിടിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചേ. ഒരാളും നിന്നിട്ടില്ലാത്ത ആ സ്ഥലം, മറ്റൊരാൾ അവിടെ കേറിയാൽ മരിച്ചു പോകുന്ന ആ സ്ഥലം, വേറൊരുത്തൻ അവിടെ കേറിയാൽ ചത്തു വീഴുന്ന ആ സ്ഥലം, അവിടേക്കാണ് മോശെ ദൈവം നിന്നെ വിളിച്ചു കയറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ നിന്റെ ജീവിതത്തിന്റെ വലിയ തകർച്ചകളായിരിക്കും. പക്ഷെ ഓർക്കുക, എന്റെ ദൈവം ചിലർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് റിവൈവലിന്റെ ഇൻവിറ്റേഷൻ ദൈവം ചിലർക്ക് തരികയാണ്. ദൈവം ചിലർക്ക് ഒരു റിവൈവലിന്റെ ഇൻവിറ്റേഷൻ തരികയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേർ പറയും, ഇന്ന് രാത്രി ഞാൻ അകത്തേക്ക് കയറും, സാന്നിധ്യത്തിന്റെ അകത്തേക്ക് ഞാൻ കയറും? For your name is holy. For your name is holy. Holy. പാസ്റ്റർ, ഇവനെ ദൈവം ഈ മീറ്റിങ്ങിനകത്ത് മനഃപൂർവ്വം കയറ്റിയതാ. ഇവനെ ഈ മീറ്റിങ്ങിനകത്ത് മനഃപൂർവ്വം ദൈവം കയറ്റിയതാ. നിന്റെ ലൈഫിൽ വേറൊരു അപ്ഗ്രേഡിങ് നടക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. തീവ്രമായ സാന്നിധ്യങ്ങൾ നിന്നെ ആകർഷിക്കുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു, ഒരു ഇരുമ്പ് കാന്തത്താൽ പിടിച്ചടിപ്പിക്കുന്നത് പോലെ ചിലരെ ദൈവ സാന്നിധ്യം തീവ്രമായി പിടിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ആ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ.
അതിന് 20-ാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. ആ വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ഹി അസെൻഡഡ് എന്ന വാക്കാണ് കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ട്രാൻസ്ലേഷനിൽ വെന്റപ്പ് എന്ന, പക്ഷെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ അവൻ ascended. കേറി ചെല്ലാവോ? ചെല്ലാവോ ഭാഷ? അടുത്ത ദിവസം 70 പേരെ വിളിച്ചു. 24-ാം അധ്യായം വായിക്കണ്ട, ഞാൻ പറഞ്ഞു നിർത്തുക. അമ്മേ, നമുക്ക് സമയം പരിമിതിയുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ. അമ്മേ, എനിക്ക് 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത ദിവസം 70 പേരെ വിളിച്ചു. 70 പേരും ചെന്ന് അവിടെ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ കേറി, പക്ഷെ അടുത്ത് ചെല്ലാതെ ദൂരത്ത് നിന്നു. പർവ്വതം കേറി, പക്ഷെ അടുത്ത് ചെല്ലാതെ അവർ ദൂരത്ത് നിന്നു. മോശ മാത്രം അടുത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു ദൂതൂടെ പറയാം. 3-ാമത്തെ തവണ മോശ കയറുമ്പോൾ, മോശ പലതവണ ഇങ്ങനെ ക്ലൈംബ് ചെയ്തിട്ടുള്ള ആളാ. 3-ാമത്തെ തവണ മോശ കയറുമ്പോൾ മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. മോശേ, ഇത്തവണ നീ കയറി വരുമ്പോൾ ഇതുവരെ നീ കൊണ്ടുവരാത്ത ഒരുത്തനെ കൊണ്ടുവരണം. അവന്റെ കുടുംബത്തിലും ആരും ഇതുവരെ അവിടെ കയറിയിട്ടില്ല. അത് ആ നൂന്റെ മകനായ യോശുവയെ അവിടെ കൊണ്ടുവരണം. ഓ, ആർക്കാ ഇന്ന് രാത്രി ദൂത് പിടികിട്ടുന്നേ? നീ സാന്നിധ്യത്തെ കൊതിക്കുന്നവനാണോ? നിനക്ക് ഇൻവിറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്താ യോശുവയെ വിളിച്ചെന്നറിയോ? യോശുവയ്ക്ക് ലഭ്യമായ ബൗണ്ടറിയിൽ, അതിന്റെ ആ എഡ്ജിൽ വന്ന് അവൻ നിൽക്കുന്നവനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവന് ലഭിച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. അവിടെ വരെ മാത്രമേ വരാൻ അവന് പെർമിഷൻ ഉള്ളൂ. ബഹളം കേട്ടിട്ട് എല്ലാവരും പോയപ്പോഴും മോശ വരുന്നിടം വരെ അവനെ ബൗണ്ടറിക്കകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത്. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. ആർക്കാ അസെന്റ് എന്ന വെളിപ്പാട് കണക്ട് ആകുന്നേ? പേഴ്സണൽ മുറികളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ. അവർക്ക് പ്രസംഗിക്കാൻ പെർമിഷൻ ഇല്ല, പാടാൻ ആമേൻ അറിയത്തില്ല, പക്ഷേ അവർക്ക് ലഭ്യമായ ബൗണ്ടറിക്കകത്ത് അവരിങ്ങനെ നിൽക്കും. പ്രസംഗിക്കാൻ അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയാം, പ്രാർത്ഥിച്ച് നിൽക്കും. സ്റ്റേജിൽ കയറി പാടാൻ അറിയത്തില്ല, പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ പാട്ടുമായിട്ട് അവരിങ്ങനെ നിൽക്കും. എനിക്കറിയത്തില്ല, എന്റെ അഭിഷേകം നിന്നെ പിടിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ നൂന്റെ മോനായ യോശുവയെ വിളിച്ചുകൊണ്ട് വരണം. യോശുവായിട്ട് മങ്കേറി. അവിടെയാണ് അവന്റെ മേൽ നിയോഗത്തിന്റെ പുതപ്പ് വീഴുന്നത്. ആ അസെൻഷനിലാണ് മോശയുടെ ദൈവം പറയുന്നത്, സമയമായി, നീ കഴിഞ്ഞാൽ ഇവനായിരിക്കും എൻ്റെ ജനത്തെ നയിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയട്ടെ, ചില ഉണർവിന്റെ ബാറ്റണുകൾ ദൈവം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന, ആരുടെയൊക്കെയോ കൈകളിൽ ഇരുന്ന ഉണർവിന്റെ പുതപ്പുകൾ ദൈവം നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തോട് ചേർന്ന് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് 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 നിനക്ക് ലഭ്യമായ ബൗണ്ടറി വരെ കയറി വന്നേ, നിനക്ക് അനുവദിക്കപ്പെട്ട ബൗണ്ടറി വരെ ഒന്ന് കയറി വന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ നിന്ന് പോരാടാൻ എത്ര പേർ പറ്റുന്നുണ്ട്? നിനക്ക് അന്യഭാഷ പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും സാരമില്ല, നിന്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നീ ആ ബൗണ്ടറി വരെ കയറി നിൽക്കുക. ഹല്ലേലൂയ. അതാ ഇന്ന് രാത്രിത്തെ വെളിപ്പാട്. നീ ഇന്ന് വരെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടില്ല, വേണ്ട, ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് നീ ആ ബൗണ്ടറികളിലേക്ക് ഒന്ന് ക്രോസ് ചെയ്ത് കയറ്.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചേ. ഞാൻ ഇന്ന് രാത്രി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുടെയും മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറികളെ എടുത്തു മാറ്റുന്നു. ആരൊക്കെയോ വെച്ചത് നീ ഇവിടെ വരെ വന്നാൽ മതി, നോ, ദൈവം പറയുന്നു അവൻ അവിടെ വരെ വന്നാൽ പോരാ, അവൻ അതിനകത്തേക്ക് കയറേണ്ടവനാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് ചില സഹോദരിമാർ ഇന്ന് രാത്രി കയറാൻ തയ്യാറായിക്കോ. ഇത് പുരുഷന്മാരുടെ മാത്രം കുത്തകയല്ല. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. സഹോദരിമാരെ, നിങ്ങൾക്കും ഈ ബൗണ്ടറിക്കകത്തേക്ക് ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ ഉണ്ട്. നിനക്കും കയറി ചെല്ലാം. ഹല്ലേലൂയ. പക്ഷെ ലഭ്യമായ ബൗണ്ടറിക്കകത്ത് നീ വിശ്വസ്തനായിരിക്കണം. എന്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? മൂന്നാം പ്രാവശ്യം ദൈവം പറയാണ്, യോശുവയെ വിളിക്കുക. യോശുവ പറയട്ടെ, നീ കേറുവാ. യോശുവയെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ യോശുവയുടെ അടുത്ത് കയറി പോയിച്ചു, യോശുവയെ, നിന്റെ വീട്ടിൽ ആരെങ്കിലും ഈ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ? അവൻ പറയുമില്ല, ഞാനൊരു വല്ലാത്ത ഗോത്രക്കാരനാ, എഫ്രൈം ഗോത്രക്കാരനാ, ഞാൻ മറച്ചിടാത്ത ദോഷയെന്ന എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നേ. എൻ്റെ വീട്ടിൽ ആരും നിന്നിട്ടില്ല. നിന്റെ വീട്ടിൽ ആരെങ്കിലും പുരോഹിതന്മാരുണ്ടോ? നിന്റെ വീട്ടിൽ ആരെങ്കിലും യോദ്ധാക്കളുണ്ടോ? അവൻ പറയും, എൻ്റെ വീട്ടിൽ ആരുമില്ല. പക്ഷെ എനിക്ക് വേറൊരാത്മാവാ, എനിക്ക് വേറൊരാത്മാവ് പറഞ്ഞേ. എനിക്ക് ഈ അസന്റിന് വേണ്ടിയൊക്കെ വിളിച്ചവർക്ക് വേറൊരാത്മാവാ. യോശുവായ്ക്കും കാലേബിനും വേറൊരാത്മാവാ. അവർക്ക് വേറൊരു ചിന്തയാ, അവർക്ക് വേറൊരു ഐഡിയോളജിയാ. എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ അവർ പോസിറ്റീവ് പറയും. എല്ലാവരും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ അവർ നടക്കുമെന്ന് പറയും. ആരോ പറയുന്നു ഈ രാജ്യത്തിലൊന്നും നടക്കത്തില്ല. പക്ഷെ ഈ യോശുവ പറയും, അങ്ങനെ പറയാതെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആത്മാവുള്ളവരെ ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നല്ലോ. ഓ, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചേ. നിന്റെ വീട്ടിൽ നിനക്ക് വേറൊരു ആത്മാവാ. നീ വേറൊരു പ്രാർത്ഥനക്കാരനാ, നീ വേറൊരു പ്രാർത്ഥനക്കാരിയാ. ഓ, ഒത്തിരി പേരെ ദൈവം തുടർന്ന് എനിക്ക് ഒത്തിരി പേരുടെ അടുക്കൽ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. കേറി വാ, കേറി വാ. മൂന്നാമത്തെ തവണ നിയോഗങ്ങളുടെ പുതപ്പ് യോശുവയുടെ മേൽ വീണു. നാലാമത് ഒരു പ്രാവശ്യം കൂടെ മോശ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് നിന്നെ ഒന്ന് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ഇങ്ങനെയൊക്കെയുള്ള കൊതികൾ ആരെങ്കിലും ഉണ്ടോ പാസ്റ്റർ? എനിക്ക് PR വേണമെന്നല്ല, എനിക്ക് ജോലി വേണമെന്നല്ല, പിന്നെ ഒന്ന് പറ. കേട്ടില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശേ, ഒരു പ്രശ്നമുണ്ട്. എന്നെ കണ്ട നീ ജീവിച്ചിരിക്കത്തില്ല. എന്നെ കണ്ട നിനക്ക് കനാൻ നാട് വേണോ? എന്നെ കാണണോ? നിനക്ക് മുന്തിരിക്കൊല വേണോ? എന്നെ കാണണോ? മോശ എന്നോട് പറഞ്ഞത്, ഈ മുന്തിരിക്കൊല മതിയായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ മുന്തിരി എനിക്ക് കൊട്ടാരത്തിൽ കിട്ടുമായിരുന്നു. ഈ പാലും തേനുമാണെന്ന് എന്റെ ആഗ്രഹം വരുന്നെങ്കിൽ എനിക്ക് മിസ്രൈമിൽ നിന്നാ മതിയായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പൊസിഷനിൽ എനിക്ക് ഏത് മുന്തിരിക്കൊലയും കിട്ടും. ഞാൻ ആ മിസ്രൈം വിട്ടത് നിന്നെ കാണാനാ. എത്ര പേർ പറയും എനിക്കൊന്ന് കാണണം? ഞാനിത് രാത്രി എവിടെ നിർത്താം? നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. പക്ഷേ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ മനുഷ്യകുലത്തിൽ ആരും ഇരുന്നിട്ടില്ലാത്തൊരു പാറയുടെ പിളർപ്പുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ടെന്നാ. ഇവിടെ നീ കയറി അങ്ങോട്ട് വാ.
അവിടെയും കിടക്കുന്ന വാക്കാണ് ascent. Somebody say ascent. ഞാൻ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ എനിക്ക് ദൈവം പ്രാർത്ഥിച്ചൊരു പേര് തരും. എനിക്ക് ആ പേര് മനസ്സിലാകുന്നവനെ ഞാൻ സ്റ്റേജ് കൊടുക്കത്തുള്ളൂ. എന്തിനാ ഞാൻ ഈ ദൂത് പറയുന്നത്? എനിക്ക് മനസ്സിലായി ഇതൊരു റെവലേഷനാണ്. ഈ ആരംഭരാത്രിയിൽ എനിക്ക് നിങ്ങൾ ഇതെങ്കിലും മനസ്സിലാക്കി തരണം. കയറിയിരിക്കുക അവിടെ. മോശെ ആ പാറയുടെ പിളർപ്പിലിരുത്തിയിട്ട് വചനം ഇങ്ങനെ പറയുന്നത്, യഹോവയായ ദൈവം കൈകൊണ്ട് ആ പാറയുടെ പിളർപ്പടച്ചു, എന്നിട്ട് അതിന്റെ പുറത്ത് വന്ന് നിന്നു. എന്റെ റൂഫസേ, ഞാൻ ആത്മാവിൽ സഞ്ചരിച്ച് മോശയെ എടുത്തു പോയി ചോദിച്ചു, മോശ എവിടെ മുട്ടയിരുന്ന് കരയുക? മോശ പറയുന്നൊരു വാക്ക്, ഈ ഒരു ഇരിപ്പിന്റെ സുഖത്തിന് വേണ്ടിയാ ഞാൻ 40 വർഷം മുമ്പ് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടത് ഉപേക്ഷിച്ച് അലച്ചിലുകളുടെ യാതനകളുടെ 40 വർഷങ്ങൾ പിന്നിട്ട് ഇങ്ങനെ ഇരിക്കാനാ എനിക്ക് നിന്റെ കൂടെ ചേർന്നിരിക്കാനാ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി എന്റെ കൂടെ കേൾക്കുന്നുണ്ടോ? പെന്തക്കോസ്തിന്റെ മടുപ്പകത്ത് കയറാത്ത സാന്നിധ്യത്തിന്റെ കൊതിയന്മാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആരാധന കൊണ്ട് മടുത്തു പോകാത്ത, സാന്നിധ്യത്തിൽ മടുപ്പ് അനുഭവിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? അഭിഷേകത്താൽ വശീകരിക്കപ്പെട്ടു പോയ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അങ്ങനെയുള്ള തലമുറയോട് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു, കേറി വാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ടൊറന്റോയിൽ ആരെയും ഞാൻ ഇരുത്തിയിട്ടില്ലാത്തൊരു പോക്കറ്റ് ഉണ്ട്. ദൈവത്തിന്റെ സീക്രട്ട് പോക്കറ്റിലേക്ക് കയറി ചെല്ല്. വിളിക്കുന്നു മക്കളെ, കുടുംബമായി വിളിക്കുന്നു മക്കളെ, ദൈവത്തിന്റെ സീക്രട്ട് പോക്കറ്റിലേക്ക് വിളിക്കുന്നു മക്കളെ. അവിടുന്ന് നീ ഇറങ്ങി വരാൻ പറ്റത്തില്ല, പക്ഷേ നീ ഇറങ്ങി വരണ്ട. നീ ഒരു ചരിത്രമായി മാറും. നീ ഒരു ചരിത്രമായി മാറും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവം ആരെയോ വിളിക്കുന്നു, ദൈവത്തിന്റെ സീക്രട്ട് പോക്കറ്റിലേക്ക്. ചില സഹോദരിമാരെ വിളിക്കുന്നല്ലോ മക്കളെ, ചില കുഞ്ഞുങ്ങളെ വിളിക്കുന്നല്ലോ, ചില അപ്പന്മാരെ വിളിക്കുന്നല്ലോ, ചില അമ്മമാരെ വിളിക്കുന്നല്ലോ, ചില യൗവനക്കാരെ വിളിക്കുന്നല്ലോ. കേറി വാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ആത്മാവിൽ പ്രതികരിച്ച് കയറും. ഒരു സ്പിരിച്വൽ അസെൻഷൻ നടക്കുന്നു. നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലകളെ ക്രോസ് ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ സ്പിരിച്വൽ ഡ്രൈനസിനെ പൊട്ടിക്കാൻ, ഈ രാജ്യത്തിന്റെ സ്പിരിച്വൽ ക്ലൈമറ്റിനെ ചേഞ്ച് ചെയ്യാൻ ഇന്ന് രാത്രി ഒരു തലമുറയെ വിളിക്കുന്നു, കേറി വാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. കേറി ചെല്ല്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. പരിശുദ്ധമ പറയുന്ന പോലെ ചെയ്തേ. പരിശുദ്ധമ പറയുന്ന പോലെ ചെയ്തേ. ഇന്ന് രാത്രി ആത്മാവിൽ എഴുന്നേൽക്കാൻ തോന്നുന്നവർ എഴുന്നേറ്റ്. ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ. ഞാൻ കേറി ചെല്ലുക എന്ന് പറയുന്നവർ ഒരു സ്റ്റെപ്പ് ഒന്ന് മുമ്പോട്ട് കാലി വെച്ചിട്ട് പറ, ഞാൻ ആ ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസിലേക്ക് കയറുകയാണ്. തൊടുന്നല്ലോ, തൊടുന്നല്ലോ. തീ ഉണ്ടെന്ന് കേൾക്കാനല്ല, കത്തുന്ന തീക്കകത്തിരിക്കാൻ, ബഹളം കേട്ടിട്ട് പോകാനല്ല, ആ ബഹളത്തിന്റെ അകത്ത് കേറാൻ. തുലാശാല
കൂടാരത്തിന്റെ കുറ്റിയെ മാറ്റിയടിക്ക്. നിന്റെ നിവാസങ്ങളെ നിവർത്ത്. കേറിയ മോനെ. നിന്റെ വീട്ടിൽ ആരും നിന്നിട്ടില്ലാത്തൊരു പോക്കറ്റിലേക്ക് കേറിയിരുന്നടാ. ഇവനൊരു യോശുവായ. ഇവൻ ലീഡർഷിപ്പിലേക്ക് കയറി വന്ന് പ്രസംഗിക്കുന്നത്, ഇവൻ പ്രവചിക്കുന്നത്, ഇവന്റെ ശബ്ദങ്ങൾ തിരിയുന്നത്. അസന്റ് എന്ന വാക്കും ഇവനുമായിട്ട് കണക്ട് ആകട്ടെ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. കാനഡയിലെ ഒരു സഭയും കേറി ഇരുന്നിട്ടില്ലാത്ത ആ ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസിലേക്ക് come on Ahava church കേറി വാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്കറിയാം ചിലരെ ദൈവാത്മാവ് ഇന്ന് രാത്രി കയറി പിടിക്കുന്നത്. സാന്നിധ്യം ചിലതിനെ സഖിയുന്നു, സാന്നിധ്യം ചിലതിനെ വലിച്ചടിപ്പിക്കുന്നു, സാന്നിധ്യം ചിലതിനെ പിടിക്കുന്നു. There's something tangible. Mashate